കോൺഗ്രസ് വിപ്പ് ലംഘിച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത തിരുവല്ല മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു ജയകുമാറിനെയും ആർ ജയകുമാറിനെയും സ്വാഗതം ചെയ്ത് CPIM-ഉം BJP-യും. ഇരുവരും പാർട്ടിയിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കുമെന്ന് ഇരു പാർട്ടി നേതാക്കളും അറിയിച്ചു. പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങളാണെന്നും കോൺഗ്രസിൽ തുടരുമെന്നും ബിന്ദു ജയകുമാർ പറഞ്ഞു. ശനിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് വിപ്പ് ലംഘിച്ചതിനെ തുടർന്ന് DCC പ്രസിഡന്റ് ജില്ലയിലെ 2 കോൺഗ്രസ് നേതാക്കളെ സസ്പെൻഡ് ചെയ്യുന്നത്. തിരുവല്ല മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു ജയകുമാർ, കടപ്ര പഞ്ചായത്ത് അംഗം മേഴ്സി അബ്രഹാം എന്നിവരെയാണ് അന്വേഷണാർത്ഥം പാർട്ടി സസ്പെൻഡ് ചെയ്തത്. നടപടിയെ തുടർന്ന് ബിന്ദു ജയകുമാറും ഭർത്താവും കോൺഗ്രസ് നേതാക്കളായ ആർ ജയകുമാറും പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഈ വിഷയത്തിലാണ് പാർട്ടി നേതാക്കൾ അഭിപ്രായം വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുമല്ലോ. മറ്റേത് പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാനുള്ള അവകാശം ആർക്കുമുണ്ട്. ഒരുപാട് പേര് ജില്ലയിൽ വന്നല്ലോ. AICC മെമ്പറായിരുന്ന ഫിലിപ്പോസ് തോമസ് ഉൾപ്പെടെ, DCCയുടെ പ്രസിഡൻ്റായിരുന്ന ബാബു ജോർജ് ഉൾപ്പെടെ, 2 മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ജാക്കോ ഉൾപ്പെടെ, ബാബു ജോർജ് ഉൾപ്പെടെയുള്ളവർ എത്രയോ പേർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസം കഴിയുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ പേർ രഹസ്യമായി ഞങ്ങളെ സമീപിക്കുന്നു. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത ഇരു നേതാക്കളെയും പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. BJPയുടെ ജില്ലാ നേതൃത്വമായിട്ട് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള ഞാൻ ഈ വിഷയം സംസാരിച്ചു. അവരുടെയും കൂടെ അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട ആർ ജയകുമാറിനെയും ബിന്ദു ജയകുമാറിനെയും BJPയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഉചിതമായ രീതിയിൽ തന്നെ അവർക്കുള്ള സ്ഥാനങ്ങൾ നൽകി ഈ പാർട്ടി സ്വീകരിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. എന്നാൽ അഭ്യൂഹങ്ങളെല്ലാം തെറ്റാണെന്നും തങ്ങൾ കോൺഗ്രസിൽ തന്നെ തുടരുമെന്നുമാണ് ബിന്ദു ജയകുമാറിന്റെ പ്രതികരണം. ഇപ്പം അങ്ങനെ യാതൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയിട്ടില്ല. പാർട്ടി അംഗത്വം ഇപ്പോഴും ഉണ്ട്. പാർട്ടിയുടെ നടപടി എന്ന രീതിയിൽ സസ്പെൻഡ് ചെയ്തതേ ഉള്ളൂ. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അംഗീകരിക്കുന്നുണ്ട്. ഇരു നേതാക്കളും പാർട്ടി തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണ്. അവർ പാർട്ടി വിട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.